നമസ്കാരം. പുതിയ ആലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അതിലെ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു അംഗം കൂടിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും ഇദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പറയൂ പേര്. നമസ്കാരം, ഞാൻ രാമവർമ്മ തമ്പുരാൻ, കിളിമാനൂർ കൊട്ടാരം കുടുംബാംഗമാണ്. മഹാനായ ചിത്രകാരൻ രാജാരവിവർമ്മയുടെ ജന്മഗൃഹമാണ് കിളിമാനൂർ കൊട്ടാരം. ഞാനടക്കമുള്ള കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരാണ്. അപ്പോൾ ഞാനൊരു പിൻതലമുറക്കാരനാണ്. സംഗീതം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. അപ്പോൾ സംഗീതത്തിലൂടെ ഒരു അരികു പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. കുറേയധികം സിനിമകളും അതുപോലെ ഷോർട്ട് ഫിലിംസും ആൽബംസും സീരിയൽസും ഒക്കെ ചെയ്ത് എൻ്റെ ഒരു സംഗീത യാത്ര ഇപ്പം ആലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആലി ഒരു പുതിയ സിനിമ, അത് പുതിയ പ്രണയത്തിൻ്റെ പുതിയ രീതിയിൽ പ്രണയം പറയുന്ന, സാധാരണ നമ്മൾ കാണുന്ന പ്രണയം പോലെയല്ല, ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഇതിൽ നായകനും നായികയും പുതിയ ആൾക്കാരാണ്. മാത്രമല്ല ഡയറക്ടർ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഈ പ്രണയത്തിൻ്റെ നനുത്ത ഭാവങ്ങൾ ഒരു മഴയുടെ രൂപത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? ആലി എന്നുള്ള പേര് തന്നെ മഴയാണ്. തമിഴിൽ പറയുന്നതാണ് ആലിപ്പഴം പൊഴിയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആലി എന്ന് പറയുന്നത് ഒരു മഴയാണ്. അപ്പം മഴയുടെ പ്രണയത്തിൻ്റെ കുളിരുള്ള ഒരുപാട് എന്താ പറയുക, അത്തരം നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള പ്രണയത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രണയം ഇങ്ങനെ വലിച്ചിങ്ങനെ ഒരു പ്രണയം കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതല്ല, ഒരു സീരിയസ് പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ അകത്ത് ഒരുപാട് സംഭവവികാസങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഈ പടത്തിൽ 2 ഗാനങ്ങൾ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ തുടങ്ങുന്നതിന് ആലി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട് തന്നെയാണ്. അത് ടൈറ്റിലുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്, പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ആലിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത് ആസ് എ മ്യൂസിക് ഡയറക്ടർ. എന്താ ഇത്ര വൈകി? സിനിമയിലേക്ക് ഫസ്റ്റ് ആണോ അതോ? അല്ല, കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മുഖ്യധാര സിനിമയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓഫ് ബീറ്റ് മൂവീസാണ്. നമ്മൾ ഈ ഓഫ് ബീറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് ജനകീയമായ രീതിയിൽ സംഭവിക്കുന്ന ചിത്രങ്ങളല്ല എന്ന് മാത്രം. ഞാൻ കുറേ അധികം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് പറയുന്ന ഒന്ന് ഗോകുലം ഗോപാലൻ സാറിൻ്റെ വിജീഷ് മണി സംവിധാനം ചെയ്ത പുഴയമ്മ. അത് പുഴയെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതൊരു പരിസ്ഥിതി ചിത്രമായിരുന്നു. അതിൽ വയലാർ ശരചന്ദ്രവർമ്മ ശരത്തേൻ്റെ വരികൾ, എൻ്റെ സംഗീതത്തിൽ 3-4 പാട്ടുകളുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ തന്നെ ചെയ്തത്. പിന്നെ വേണു നായരുടെ ജലസമാധി, അതും ഒരു ഡിഫറെൻറ്റ് മൂവിയായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അറിയാതെ എന്ന് പറഞ്ഞ് സജീവ് വ്യാസ സംവിധാനം ചെയ്ത് റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾക്ക് ഞാനതിൽ സംഗീതം പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തല സംഗീതം ഞാൻ ചെയ്തു. പിന്നെ വിശ്വഗുരു എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് വിജീഷ് പണ്ഡിതിൻ്റെ സംവിധാനം ചെയ്തതാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ബയോ എപ്പിക്, അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലൊരു ടൈറ്റിൽ സോങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ട് അങ്ങനെ നീഹാരിക, നിദ്രാടനം, വിശുദ്ധ പുസ്തകം, തന്മയി, ഇങ്ങനെ കുറച്ച് ഓഫ് ബീറ്റ് ലൈനിലായിരുന്നു പോക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കമേഴ്സ്യൽ ലൈനിലേക്കുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആദ്യത്തെ രംഗപ്രവേശമായിരിക്കണം ആലി. കമേഴ്സ്യൽ അല്ലെങ്കിൽ ഓഫ് ബീറ്റ് എന്നൊക്കെ ഇതിൻ്റെ സിനിമയെ അങ്ങനെയൊക്കെ പറയാമോ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പദപ്രയോഗങ്ങൾ പറയുന്നത്. പിന്നെ ഈ ഒരു സിനിമ കുറച്ചുകൂടെ ജനകീയമാണല്ലോ അല്ലേ? അത് പ്രണയവും പാട്ടും ഒക്കെ ഉണ്ട്. ഇതിൽ 5-6 പാട്ടുകളുണ്ട്. അതിൽ 2 പാട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു വർക്ക് തന്നെയാണിത്. ഇപ്പോൾ തമ്പുരാൻ മുട്ടാൻ പോകുന്നത് ഓണത്തിനാണ്. വലിയ തമ്പുരാനാണ് വരാൻ പോകുന്നത് ഓണത്തിന്. ഞാനല്ല, തമ്പുരാൻ ദുൽഖർ സൽമാൻ സിനിമ, അതുപോലെ പൃഥ്വിരാജിന്റെ സിനിമ, അയ്യോ അവരൊക്കെ ബിജോയ്, അങ്ങനെയുള്ള പലപരമായിട്ടൊക്കെയാണ് പോകുന്നത്. അറിയാലോ, തമ്പുരാനോട് മുട്ടുമ്പോൾ സൂക്ഷിച്ചു. അയ്യോ അതൊക്കെ തമാശയായിട്ട് ഞാൻ വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാവരും അവരവരുടേതായ കഴിവുകളിലൂടെ അവരുടേതായ വെറൈറ്റി, എൻ്റെ വേറൊരു ശൈലി. ഇതൊക്കെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഈ ആർട്ടെന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ. ഇത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി, ഓരോ ക്രിയേറ്റിവിറ്റിക്ക് ഓരോ തലമുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്ത പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഓരോരുത്തരും ചെയ്ത പാട്ടുകൾ ചിലർ ഇഷ്ടപ്പെടും, ചിലർ ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു പരീക്ഷണം ജീവിതത്തിൽ അല്ലേ. അപ്പം ഓണക്കാലം എന്ന് പറയുന്നത് നിറയട്ടെ, എല്ലാവരുടെയും പാട്ടുകൾ കൊണ്ട് നിറയട്ടെ, എല്ലാവരുടെയും സിനിമകളോട് നിറയട്ടെ. അതിൽ വലുതുണ്ടാവും, ചെറുതുണ്ടാവും, ഇടത്തരം ഉണ്ടാവും. അതാണ് ഓണം. പാട്ട് ഇപ്പോൾ ഉടനെ റിലീസാവും. ഇന്ന് അതിൻ്റെ വൈകിട്ട് ടീസർ റിലീസ്, അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു.
പിന്നെ 14-ാം തീയതി ഓഗസ്റ്റ് 14-ന് ആലി തിയേറ്ററിലേക്ക് എത്തുന്നു. അപ്പം അതിന് മുമ്പ് പാട്ടുകളെല്ലാം ഇറങ്ങും. മെലഡിയാണോ ശരിക്കും? മെലഡിയാണ്. ചെയ്തിരിക്കുന്നത് രണ്ടും നല്ല മെലഡിയാണ്. ക്ലാസിക്കൽ ടച്ചാണോ? അങ്ങനെ ഇല്ല, ബട്ട് ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് മൂഡ് തരുന്ന പാട്ട്. ഞാൻ അതിൻ്റെ 4 പാടാം. ഞാൻ ആലി എന്ന് പറയുന്ന ആ പോർഷൻ തമ്പുരാൻ പാടി കേട്ടിട്ട് ഒരുപാട് നാളായി. തമ്പുരാൻ്റെ ഒരു പാട്ട് തമ്പുരാൻ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമ്പുരാൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം. അയ്യോ, അപ്പോൾ ഇത് പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ വെച്ചാൽ ഇത് വേറെ ഒരു സിംഗേഴ്സിനും കൂടെ പാടിപ്പിക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ഡോക്ടർ കൃഷ്ണ തന്നെ പറഞ്ഞു, അല്ലാതെ ഈ വോയിസ് സൂട്ടാവുന്നുണ്ട് എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ ഇത് ഞാൻ പാടിയതാണ്. ആക്ച്വലി എനിക്ക് പാടിപ്പിക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇതങ്ങനെ പാടി തമ്പുരാൻ ട്യൂൺ ചെയ്ത ഒരു ഗാനം ഓണത്തിന് വരികയാണ് ആലി എന്ന സിനിമയിലൂടെ. തമ്പുരാൻ അത് പാടാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് പാടാം. ആലി ആലി മുത്തം മുത്തി അളികം അളകം കാറ്റിൽ തെന്നി പാറും അഴകും അഴയാതെ കൈകൾ നെഞ്ചം തൊടും ആലഭ്യമെന്നിൽ അഴലേകിയാളും കാതൽ കാതൽ കാതൽ. ഇതിനകത്ത് തമിഴ് വരികളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാതലൊക്കെ തമിഴ് മലയാളം കോംബോ ആണ്. ഞാൻ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട്. ഇത് സബ്ജക്റ്റ് വൈസ് ഇത് തമിഴിൻ്റെ മലയാളത്തിൻ്റെയും സംസ്കാരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ ആ കൾച്ചറൽ സാമ്യങ്ങളും അല്ലെങ്കിൽ അത് ചേർത്തും കൂടെയാണ്. അപ്പോൾ ഗാനങ്ങളിലും അത് വന്നു എന്നുള്ളതാണ്. പിന്നെ വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ തന്നെയാണ്. അപ്പോൾ കൃഷ്ണയുടെ വരികളിൽ ഇത്തരം തമിഴ് പദങ്ങളുമുണ്ട്. മറ്റൊരു പാട്ടുള്ളത് അതും ഒരു റൊമാൻറ്റിക് സോങ് തന്നെയാണ്. അത് എൻ്റെ ഫീമെയിൽ പോർഷൻ പാടിയിരിക്കുന്നത് സരിത രാജീവ് എന്ന് പറഞ്ഞ ഗായികയാണ്. എൻ്റെ മെയിൽ പോർഷൻ ഞാൻ ആ പല്ലവി പാടാം. നിൻ അരികിൽ ഞാനെത്താം കിനാവിൽ കണ്ട പോലെ, നിൻ മിഴിയിൽ ഞാൻ മഴയായി നെഞ്ചോട് സൊല്ലാത്ത പോയോ, നിമിഷമേ വേഗം കടന്നു പോ, ദിനമേ വേഗം മറഞ്ഞു പോ, എൻ ജീവനേ നീ എൻ ശ്വാസമേ, നിൻ അരികിൽ ഞാനെത്താം കിനാവിൽ കണ്ട പോലെ, നിൻ മിഴിയിൽ മഴയായി നെഞ്ചോട് സൊല്ലാതെ പോയോ. അങ്ങനെ ഈ 2 ഗാനങ്ങൾ. തമ്പുരാൻ വരികയാണ്. ഓണത്തിന് എല്ലാവിധ ആശംസകളും. തിയേറ്ററിൽ ഉണ്ടാവില്ലേ സിനിമ കാണാനായിട്ട്? തീർച്ചയായിട്ടും എല്ലാവരും കൂടെ തിയേറ്ററിൽ 14-ാം തീയതി അതിൻ്റെ ആദ്യ ഷോയ്ക്ക് ഉണ്ടാവും എല്ലാവരും. അപ്പോൾ നിങ്ങളും ഉണ്ടാവും, ഞങ്ങളുണ്ടാവും കാണാൻ, കൂടെ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. ശരി, താങ്ക് യു.